കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് UDF സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേറിയിരിക്കുകയാണ്. 2016 തോൽവിക്ക് ശേഷം നീണ്ട 10 വർഷത്തിന് ശേഷമുള്ള ഒരു മടങ്ങിവരവ് UDFന് മാത്രമല്ല മുഴുവൻ കേരളത്തിനും ചരിത്രപരമായ നിമിഷം കൂടിയാണ്. മെയ് 4 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റുകളിൽ 102 സീറ്റ് നേടി UDF വലിയ തരത്തിലുള്ള വിജയം സ്വന്തമാക്കിയതോടെയാണ് ഈ മാറ്റം സാധ്യമായത്. ജനങ്ങളുടെ ഈ വലിയ വിധിവിധാനം കേരള രാഷ്ട്രത്തിന്റെ ഗതിവേഗം തന്നെ മാറ്റിമറിച്ചിരിക്കുക കൂടിയാണ്. അണികളെയും പൊതുജനങ്ങളെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് അധികാരത്തിന്റെ പുതിയ പുലരിയിലേക്ക് UDF പ്രവേശിക്കുമ്പോൾ കേരളക്കരയാകെ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ ശാന്തതയും പ്രകമ്പനവും ഒരുപോലെ അനുഭവിച്ചറിയുകയാണ്. തലസ്ഥാന നഗരി കണ്ട എക്കാലത്തെയും വലിയ ജനസമരത്തിനാണ് VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. അണക്കെട്ട് പൊട്ടി ജലമൊഴുകും പോലെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് UDF പ്രവർത്തകർ ഇരച്ചെത്തിയത്. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ജനപ്രവാഹം ഒടുവിൽ നിയന്ത്രണാതീതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. മുൻകൂട്ടി നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പാടെ തകർത്തുകൊണ്ട് VIP കസേരകളിലേക്ക് വരെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറുന്ന കാഴ്ചയാണ് വേദി സാക്ഷ്യം വഹിച്ചത്. സിരകളിൽ കോൺഗ്രസ് രക്തവും നെഞ്ചിൽ മാറ്റത്തിന്റെ ആവേശമായി എത്തിയ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ആക്രോശങ്ങൾക്ക് മുന്നിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമിടിപ്പ് തന്നെ സ്തംഭിച്ചു പോകുന്ന നിമിഷങ്ങൾ കൂടിയായിരുന്നു അത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുമ്പാകെയാണ് അദ്ദേഹം ഔദ്യോഗികമായി സത്യവാചകം ചൊല്ലിയത്. വൻ ജനപങ്കാളിത്തവും ദേശീയ സംസ്ഥാന പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യവും കൊണ്ട് ചരിത്ര സംഭവമായി മാറിയ ഈ ചടങ്ങിൽ കേരള ജനത തെരഞ്ഞെടുത്ത 112 UDF ജനപ്രതിനിധികളിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട 20 അംഗ മന്ത്രിസഭയും ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയും ചെയ്തു. രാവിലെ കൃത്യം 10:10 ഗവർണർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. തുടർന്ന് 10:12 വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്തു. ദേശഭക്തി ഗാനത്തിന്റെ മധുരമായ ഈണം സ്റ്റേഡിയത്തിന്റെ അന്തരീക്ഷത്തെ കൂടുതൽ ഗംഭീരമാക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി K. ജയതിലക് പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്കായി ആദരവോടെ വീതിയിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യമുണ്ടായി. വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന ഞാൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് VD സതീശൻ സത്യവാചകം ചൊല്ലി തുടങ്ങുകയും ചെയ്തു. നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തത്. ജനക്കൂട്ടത്തിന്റെ വൻ കരാഘോഷത്തോടെയും അതുപോലെ മുദ്രാവാക്യ വിളികളോടെയുമാണ് VD സതീശന്റെ ഈ സ്ഥാനാരോഹണം തന്നെ സദസ്സ് ഏറ്റെടുത്തതും ആഘോഷമാക്കിയതും. ഇടിമുഴക്കം പോലെ ഉയർന്ന ആ മുദ്രാവാക്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ അതിരുകൾ ഭേദിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ചക്രവാളങ്ങളിൽ പുതിയ ചരിത്ര പ്രഖ്യാപനമായി മാറുകയും ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ ഗവർണർ പൂച്ചെണ്ട് നൽകി ഹൃദയംഗമായ ആശംസകളും അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് തൊട്ടു പിന്നാലെയാണ് മന്ത്രിസഭയിലെ മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കുകയും ചെയ്തത്. മന്ത്രിസഭയിൽ രണ്ടാമനായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഗവർണർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചൊല്ലി. മൂന്നാമനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ഇവർക്ക് പിന്നാലെ സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N. ശംസുദ്ദീൻ, PC വിശ്വനാഥ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, M. ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, T. സിദ്ദിഖ്,
KA തുളസി, OJ ജനീഷ് എന്നിവർ യഥാക്രമം സത്യവാചകം ചൊല്ലി അധികാരത്തിലുമെത്തി. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ രീതിയിലെ വൈവിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമാകുകയും ചെയ്തു. VD സതീഷ് അടക്കമുള്ള ഭൂരിഭാഗം മന്ത്രിമാരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ RSP നേതാവ് ഷിബു ബേബി ജോൺ, CMP നേതാവ് CP ജോൺ എന്നിവർ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭൂരിഭാഗം നേതാക്കളും മലയാളത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ K മുരളീധരൻ ഇംഗ്ലീഷിലാണ് വാചകം ചൊല്ലിയത്. ഈ വൈവിധ്യം കേരളത്തിന്റെ മതനിരപേക്ഷയുടെയും അതുപോലെ ബഹുമുഖ സംസ്കാരത്തിന്റെ പ്രതീകമായി മാറുകയും ചെയ്തു. തുടക്കത്തിൽ പാസുകൾ കർശനമാക്കിയിരുന്നുവെങ്കിലും ജനസാഗരത്തിന് മുന്നിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ നിഷ്പ്രഭമായി മാറുന്ന സാഹചര്യമുണ്ടായി. VIP-കൾക്കും അതുപോലെ VVIP-കൾക്കും ജനപ്രതിനിധികൾക്കുമായി മാറ്റിവെച്ച മുൻനിര കസേരകളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറി സീറ്റുകൾ കൈക്കലാക്കി. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പേര് പതിച്ച കസേരയിലെ പേപ്പറുകൾ കീളിക്കളഞ്ഞ് സീറ്റ് ഉറപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കകം വൈറലായി മാറുന്ന സാഹചര്യമുണ്ടായി. സദസ്സ് മാത്രമല്ല, നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കേണ്ട പ്രധാന വേദിയിലേക്ക് വരെ അനിയന്ത്രിതമായ ആളുകൾ കയറിയത് ചടങ്ങിന്റെ സുഗമമായ നടത്തിപ്പിന് നേരിയ കല്ലുകടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ആവേശം സിരകളിൽ പടർന്നപ്പോൾ നിയന്ത്രണങ്ങളെല്ലാം കടലാസ് തോണുകൾ പോലെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ജനപ്രവാഹത്തിൽ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾക്ക് പോലും കൃത്യമായ സ്ഥാനം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLA വേദിയിൽ കയറാതെ കാണികൾക്കൊപ്പം സാധാരണക്കാരനിൽ നിന്നാണ് ചടങ്ങിന്റെ ഭാഗമായത്. കോൺഗ്രസിന്റെ മുൻനിര വക്താക്കളായ ജ്യോതികുമാർ ചാമക്കാല, CR മഹേഷ് തുടങ്ങിയ MLA-മാർക്ക് തിരക്ക് കാരണം പ്രധാന സദസ്സിലേക്ക് പോലും കടക്കാനുമായില്ല. അവർ പുറത്ത് ജനക്കൂട്ടത്തിനൊപ്പം തന്നെ നിൽക്കേണ്ടി വന്നു. പുതിയ മന്ത്രിയായ OJ ജനീഷിനും കുടുംബത്തിനും വേദിയിലേക്ക് പ്രവേശിക്കാൻ വലിയ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. ഒടുവിൽ കടുത്ത പിടിവലികൾക്കെല്ലാം ഒടുവിലാണ് ജനീഷ് അകത്തേക്ക് പോലും കയറിയത്. ഈ കടുത്ത പ്രകോപന സാഹചര്യത്തിലും തികഞ്ഞ ആത്മസംയമനത്തോടെയും അതുപോലെ ക്ഷമയോടെയും പെരുമാറിയ കേരള പോലീസിന്റെ നിലപാട് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. പ്രവർത്തകരുമായി പരമാവധി തർക്കങ്ങളിൽ ഏർപ്പെടാതെ നയതന്ത്രപരമായ ഇടപെടലിലൂടെയാണ് പോലീസ് രംഗം ശാന്തമാക്കിയത്. ബലപ്രയോഗത്തിലേക്ക് കടന്നിരുന്നുവെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമായിരുന്നു എന്നുള്ള ബോധ്യത്തിൽ പോലീസ് കാണിച്ച വിവേകം വലിയ സുരക്ഷാ വീഴ്ച ഒഴിവാക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ദേശീയ നേതാക്കളിൽ രാഹുൽ ഗാന്ധിക്ക് പുറമെ ജനക്കൂട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ കയ്യടിയും ഹർഷാരവും ഏറ്റുവാങ്ങിയത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. DK എന്ന വിളികളോടെയാണ് സ്റ്റേഡിയം അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രവർത്തകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ DK ശിവകുമാർ തന്നെ നേരിട്ട് ആംഗ്യം കാണിക്കുന്ന ദൃശ്യങ്ങൾ വരെ ശ്രദ്ധേയമായി മാറുകയും ചെയ്തു. കേരളത്തിലെ അണികൾക്കിടയിൽ DK ശിവകുമാറിനുള്ള ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് ഈ ആവേശം തെളിയിക്കുന്നത് കൂടിയായിരുന്നു. കനകപുരിയിലെ ആ കരിങ്കൽ കോട്ടയിലെ കരുത്തനായ നേതാവിനെ നേരിൽ കാണാൻ മലയാളി അണികൾ കാണിച്ച ആവേശം ശരിക്കും ഒരു സിനിമ സ്റ്റൈൽ മാസ് എൻട്രിക്ക് സമാനം കൂടിയായിരുന്നു. അതേസമയം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴക വെട്ടിക്കഴക നേതാവുമായ സൂപ്പർ സ്റ്റാർ വിജയ് കൂടി എത്തിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗരവും പോലീസും പൂർണ്ണമായും സ്തംഭിച്ചു പോയനെ എന്നാണ് അധികൃതരുടെ വിലയിരുത്തലും. വിജയ് വരുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. വരാത്ത വിജയനെ ഓർത്ത് പോലീസ് ആശ്വസിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. തളർച്ചയറിയാത്ത ആരാധക ലക്ഷങ്ങളുടെ ദളപതി കൂടി എത്തിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗരം ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്കിന് സാക്ഷ്യം കൂടി വഹിച്ചേനെ. സെൻട്രൽ സ്റ്റേഡിയത്തിലെ തിരക്കിന് പുറമെ തിരുവനന്തപുരം നഗരമാകെ പൂർണ്ണ ഗതാഗത കുരുക്കിലേക്ക് മാറുന്ന അവസ്ഥയും ഉണ്ടായി. MG റോഡ്, തമ്പാനൂര്, കിഴക്കേക്കോട്ട തുടങ്ങിയ ഭാഗങ്ങളെല്ലാം മണിക്കൂറുകളോളം നിശ്ചലമായി. ചടങ്ങ് 15 മിനിറ്റ് വൈകി ആരംഭിച്ചുവെങ്കിലും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ചടങ്ങ് സുഗമമായി പൂർത്തിയായതും വലിയ ആശ്വാസമുണ്ടാക്കി. ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി സുഖു എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബിനോയ് വിശ്വം, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും സാന്നിധ്യത്തിൽ രാഷ്ട്രീയ മര്യാദയുടെ ഉദാഹരണമായി. രാഷ്ട്രീയ വൈരങ്ങൾക്കെല്ലാം അപ്പുറം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം വിളിച്ചോതുന്നത് കൂടിയായിരുന്നു ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ ഈ ഒത്തുചേരലെന്നത്. പുതിയ സർക്കാർ വലിയ പ്രതീക്ഷകളോടെയാണ് ഭരണം ആരംഭിക്കുന്നത്. ജനക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക പുരോഗതി, യുവജന കർഷക കേന്ദ്രീകൃത നയങ്ങളെല്ലാം കേരളത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഈ ചടങ്ങ് കേരള ജനാധിപത്യത്തിൻ്റെ ഉത്സവമായി കൂടി മാറിയിരിക്കുകയാണ്. തലമുറകൾ കൈമാറി വന്ന വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ജനവിശ്വാസത്തിൻ്റെ കരുത്തുറ്റ പുതിയൊരു യുഗം ഇവിടെ കുറിക്കപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ പുതിയ മന്ത്രിസഭയുടെ നയപ്രഖ്യാപനങ്ങളും കർമ്മ പദ്ധതികളും കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളുടെയും ഭാരം പേർന്ന ഈ പുതിയ സാരഥികൾ കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശനും ഒപ്പമുള്ള മന്ത്രിമാർക്കും ഫോക്കസ് ന്യൂസ് ടിവിയുടെയും ആശംസകൾ.